ആ മാഡം, BP നോർമൽ അല്ല, വളരെ കൂടുതലാ. രാജു സർ, നേരത്തെ കണ്ട ഫയലുകൾ എനിക്കൊന്ന് സ്റ്റഡി ചെയ്യണം. ശരി സർ. എന്താ ചേരാ? ചേച്ചിക്ക് പെട്ടെന്നൊരു ക്ഷീണം, ഞാൻ ഡോക്ടറെ വിളിച്ചു വരുത്തി. നമസ്കാരം സർ. നമസ്കാരം. ചേച്ചിക്ക് എന്താ? പേടിക്കാനൊന്നുമില്ല സർ. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാ BP അല്പം കൂടുതലാ. ടെൻഷൻ കൊണ്ടുണ്ടായതാവും. തൽക്കാലത്തേക്കുള്ള മെഡിസിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് BP ഒന്ന് ചെക്ക് ചെയ്യണം. കുറേയും കൂടുകയും ചെയ്താൽ റെഗുലറായി മെഡിസിൻ കഴിക്കേണ്ടി വരും. വേണ്ടി വന്നാൽ റെഗുലറായി കഴിക്കാനുള്ള മെഡിസിൻസും കൊടുത്തിട്ടുണ്ട്. എന്ന് ഇറങ്ങട്ടെ സാർ. ആയിക്കോട്ടെ. വരൂ ഡോക്ടർ. രാജു വാ. ചേച്ചി എന്താ യാമിനി, ചേച്ചിക്ക് ഇത്ര ടെൻഷൻ? കേൾക്കാൻ പാടില്ലാത്തെന്തോ കേട്ടിട്ടുണ്ട്. അതാവും കാരണം. സർ, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ? ശരി രാജു. എന്താ ചേച്ചി പ്രശ്നം? ഒന്നുമില്ല. എല്ലാത്തിനെയും ഞാൻ കത്തിക്കും, അപ്പോഴേ എന്റെ പ്രശ്നം തീരും. വേണ്ട, നീ മനസ്സിലിട്ട് കൊണ്ടു നടക്കും. ജീവിതാവസാനം വരെ കൊണ്ടു നടക്കും. മരിച്ചു കഴിഞ്ഞും ആ വൈരാഗ്യം കൂടെ കൊണ്ടുവന്നു. വിളിച്ചു നിർത്തിയത് ഇത് പറയാനാണോ? അല്ല, നാളെ നമ്മുടെ മകൻ രാജുവിന്റെ പിറന്നാളാ. ഞാൻ ഓർമ്മിപ്പിക്കാതെ തന്നെ നിനക്കതറിയാം. എല്ലാ പ്രാവശ്യവും നീയാണ് എന്നെ ഓർമ്മിപ്പിക്കാറ്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നീ അത് മനഃപൂർവ്വം മറന്നെങ്കിലോ എന്ന് കരുതിയാ ഞാൻ ഓർപ്പിച്ചത്. അവന്റെ എല്ലാ പിറന്നാളിനും നമ്മൾ അവനെയും കൂട്ടി കൂരമ്പുകാവ് അമ്പലത്തിൽ പോവാറുണ്ട്. നാളെയും പോണം. ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ പറ്റില്ല. ഞാൻ അവന് വേണ്ടി അരനാഴി വഴിപാട് നടന്നിട്ടുണ്ട്. അത് കഴിപ്പിച്ചേ പറ്റൂ. ഒച്ച മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് വരില്ലെന്ന്. എന്താ രാധമ്മേത്, നീ എന്തിനാടി ഇങ്ങനെ വാശി പിടിക്കണേ? എത്ര നാൾ ഈ വാശി കൊണ്ട് നിനക്ക് നടക്കാൻ പറ്റും? ഈ കാരണത്താൽ നീ എന്തോരം ടെൻഷൻ അടിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ പോട്ടടി. കഴിഞ്ഞൊന്നും അങ്ങനെ പോവില്ല. പിന്നെ നീ എന്നെ സ്നേഹിച്ചെന്നും രക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്താർത്ഥടിയുള്ളത്? ഞാനും നീയും രണ്ടാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേടി ഈ ദേഷ്യം? നമ്മൾ ഒന്നാണെന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചോ? ഇല്ലല്ലോ. അതെ, ഞാനും നീയും നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതാ സത്യം. പക്ഷേ നമ്മുടെ മകന്റെ കാര്യത്തില് നീ ഇങ്ങനെ മറക്കടമുഷ്ടി കാണിക്കരുത്. ഞാൻ അവന്റെ പിറന്നാളിന് അമ്പലത്തിലേക്കൊന്നും വരില്ല. രാധമ്മയുമായി വഴക്കിലാണല്ലേ? അതിപ്പോ കുറച്ചു ദിവസങ്ങളായിട്ട് പതിവുള്ളതല്ലേ. ഏതായാലും ഞാനും അവൾ തമ്മിലുള്ള പിണക്കം ഇത്രയും ദിവസം നീണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. ഇതിനൊക്കെ കാരണക്കാരി അവള് തന്നെ. എന്താത്ര സംശയം? കനകവും കാക്കപ്പനും തമ്മില് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കുഴപ്പ. നാളെ അവന്റെ പിറന്നാളാ. അവൻ ജനിച്ച 1ാം പിറന്നാൾ മുതല് കഴിഞ്ഞ വർഷം വരെ വളരെ ആഘോഷമായിട്ടാണ് നടത്തിയിരുന്നത്. അധികം ആർഭാടൊന്നും ഇല്ലെങ്കിലും വളരെ നന്നായ രാധമ്മ മുൻകൈയെടുത്ത് നടത്തിയിരുന്നത്. രാവിലെ കൂരമ്പുകാവിൽ അമ്പലത്തിൽ പോകും, വഴിപാട് കഴിപ്പിച്ച് പ്രാർത്ഥിക്കും. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ സന്ധ്യ, വൈകിട്ടൊരു കേക്ക് മുറിക്കൽ. രാധ ഇങ്ങനെ അടഞ്ഞു നിൽക്കുമ്പോ എന്ത് ചെയ്യാനാ? ഞാൻ മക്കളുടെ കാര്യങ്ങൾ വളരെ കെയർ ചെയ്യുന്ന ഒരാളാ. എനിക്കിതൊക്കെ വലിയ വിഷമമാണ്. അങ്കിള് വിഷമിക്കാതെ. ഇത്തവണ ഈ പിറന്നാൾ ആഘോഷമൊക്കെ നന്നായിട്ട് നടക്കും.
അങ്കിള് വാ, നല്ല തണുപ്പുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഓ, ദേ, ഇതൊക്കെ കീടനാശിനി അടിച്ചതാണല്ലേ. കീടനാശിനി അടിച്ചില്ലെങ്കിലേ ഇതിനകത്തൊക്കെ പുഴു കാണും, ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ല. തന്നെ പപ്പായല് വരെ കീടനാശിനിയാ. ആ, അത് ചേന്റെ അമ്മ പറഞ്ഞ ശരിയാ. കഴിഞ്ഞ ദിവസേ അടുക്കളയില് ഭയങ്കര ഫുരുടാന്റെ മണം. ഞാൻ ചെന്ന് നോക്കുമ്പോഴെന്താ ഒരു പൈനാപ്പിൾ ഇന്ന് ചീഞ്ഞു മണക്കുന്നു. ഇതാ ഞാൻ പറയുന്നത്, വല്ല ഇറച്ചിയോ മീനോ വാങ്ങിച്ചു വയ്ക്കാൻ. അല്ല, മീനിലെ അമോണിയയും ഇറച്ചിയിൽ ചതിയും കാണും. എന്നാലും തമ്മില് ഭേദം ഈ തൊമ്മന. ഏത് തൊമ്മനായാലും ഒടുവില് മാരക രോഗം. സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ രാധമ്മയുടെ മുഖത്തെ വെളിച്ചം അങ്ങ് പോയി. പിശാച് കുരിശ് കാണും പോലെയാ രാധമ്മ എന്നെയും കുഞ്ഞിനെയും കാണുമ്പോ. അതെ, നാളെ നമ്മുടെ രാജുവിന്റെ പിറന്നാളല്ലേ? ആണോ? കാര്യം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചെറുക്കന്റെ പിറന്നാള് നമുക്ക് അടിച്ചു പൊളിക്കണം. പിന്നെ അതിൽ ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല, വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും. അതിനിപ്പോ എന്താ, ഇവിടെ കയറി വന്നങ്ങ് താമസമായതോടെ ഞാൻ പശുവിനെ ആടിനെയും പോലെയായി. ഈ കാട്ടുപടലങ്ങളെല്ലാം തിന്ന് ശീലിച്ച്